നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവത്തിൽ റെയിൽവേയുടെ വാദങ്ങൾ തള്ളി സഹയാത്രികൻ. ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകി. മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ശ്രീജിത്ത് മരിച്ചെന്നും സഹയാത്രികൻ അശ്വിൻ. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ഒക്ടോബർ 12-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. പാലക്കാട് ജില്ലയിൽ 2 ലക്ഷത്തോളം കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. 2157 ബൂത്തുകൾ സജ്ജീകരിക്കും. സമീപകാലത്ത് രാജ്യത്ത് പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് RCH ഓഫീസർ ഡോക്ടർ AK അനിത. പാലസ്തീന ഐക്യദാർഢ്യവുമായി പാലക്കാട് സാംസ്കാരിക കൂട്ടായ്മ. ഒക്ടോബർ 11-ന് വാടികയിൽ പ്രതിരോധ സംഗമം. ഇസ്രയേൽ ക്രൂരതയിൽ പൊലിഞ്ഞത് 18,000 കുരുന്ന് ജീവനുകളെന്ന് സ്വർലയ സെക്രട്ടറി TR അജയൻ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവത്തിൽ റെയിൽവേയുടെ വാദങ്ങൾ തള്ളി സഹയാത്രികൻ. അരമണിക്കൂറോളം വൈകിയാണ് ആംബുലൻസ് ലഭിച്ചത്. മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ശ്രീജിത്ത് മരിച്ചെന്ന് സഹയാത്രികൻ അശ്വിൻ പറഞ്ഞു. ആംബുലൻസ് കിട്ടുന്നതിന് അരമണിക്കൂറോളം വൈകിയെന്നാണ് സഹയാത്രികൻ പറയുന്നത്. ആംബുലൻസ് കിട്ടാഞ്ഞതിനെ തുടർന്ന് മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ശ്രീജിത്ത് മരിച്ചുവെന്ന് സഹയാത്രികനായ അശ്വിൻ പ്രതികരിച്ചു. യാത്രക്കാർ ചങ്ങല വലിച്ചാണ് ട്രെയിൻ നിർത്തിയത് എന്ന വാദം ഇദ്ദേഹം തള്ളി. TTE മുഖാന്തരം വിവരം കൈമാറിയാണ് മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസ് അടക്കം സജ്ജീകരിക്കുമെന്ന് TTEമാർക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ ശ്രീജിത്തിനെ അവിടെ എത്തിച്ചപ്പോഴാണ് ആംബുലൻസ് ഇല്ല എന്ന കാര്യം മനസ്സിലായത്. ഇതോടെ സ്റ്റേഷനിലുണ്ടായിരുന്ന ജീവനക്കാരുമായി TTEമാർ തന്നെ തർക്കത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ ട്രെയിൻ എടുക്കാൻ സിഗ്നൽ നൽകി. പകുതിയോളം യാത്രക്കാർ ട്രെയിനിന് പുറത്ത് നിൽക്കുന്നതിനിടയിലാണ് ട്രെയിൻ എടുക്കാൻ നോക്കിയത്. ഇതോടെ TTE തന്നെ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നുവെന്നും അശ്വിൻ പറയുന്നു. ഷൊർണൂരിന്ന് കഴിഞ്ഞിട്ട് അതായത് ഇവര് പറയുന്നത് ഈ ആംബുലൻസ് വരാത്തതുകൊണ്ട് തന്നെ ഇവര് ഈ ഇവിടെ നിന്ന് മുളങ്കുന്നത്തുകാവുന്ന സ്ത്രീത്തിനെ ട്രെയിനിൽ വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ചെയിൻ വലിച്ചു എന്നുള്ളതാണ് അവർ. അങ്ങനെയുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് അവർ TTR കൊടുക്കണ്ടല്ലേ. അങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് TTR തന്നെ അവിടെ നിന്നിട്ട് ചെയിൻ വലിച്ചത്. പിന്നെ മെഡിക്കൽ കോളേജ് മുളങ്കുന്നത്താവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് അധികം ദൂരമില്ല, വളരെ പെട്ടെന്ന് എത്താവുന്ന ദൂരമുള്ളൂ. ഞാൻ ആംബുലൻസിൽ ട്രാവൽ ചെയ്ത ആളാണ്. ഈ ആൾ പേഷ്യന്റ് കൂടെ ഞാൻ പോയ ആളാണ്. ഇവിടെ 5 മിനിറ്റിലോ 10 മിനിറ്റിലോ താഴെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അതില് മറ്റേ ഈ പേഷ്യന്റിനെ താഴെ കിടത്തിട്ട് കൊണ്ടുപോയത് ഞങ്ങൾ 3 പേര് നിന്നിട്ടാണ് പോയത്. 5 മിനിറ്റിനുള്ളിൽ എത്താവുന്ന ദൂരവും പിന്നെ ഇടുങ്ങിയ വഴി അല്ലെങ്കിൽ ഒരു വളവും തിരിവുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ 3 പേര് ഇങ്ങനെ പിടിച്ചു നിന്ന് പരസ്പരം കൂട്ടിയൊക്കെ ഇടിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വണ്ടി കിടക്കാത്ത സ്ഥലമൊന്നുമല്ലല്ലോ. അല്ലല്ല, ആ ഒരു സമയത്ത് വേറൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വഴി അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഈ മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ആംബുലൻസ് ആണോ വന്നത് അതോ വേറെ ഏതെങ്കിലും ആംബുലൻസ്? അത് അറിയില്ല. എനിക്കിവിടെ മെഡിക്കൽ കോളേജ് ഓക്സിജന്റെ കാര്യം നിങ്ങൾ ചോദിച്ചിരുന്നോ? ഓക്സിജൻ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത് നമ്മള് കിട്ടിയ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ആംബുലൻസ് വന്നു, കാരണം അത്രയധികം ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ പേഷ്യന്റിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഞാൻ കയറുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല അതിനകത്ത് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മളവിടെ വിചാരിക്കില്ല. ഉള്ളിലേക്ക് കയറ്റി കിടത്തി താഴെ കിടക്കുന്ന ഒരു വില്ലേജിൽ അവരും അഗൈൻ CPR കൊടുത്തോണ്ട് അതിനുള്ളില്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കമ്മീഷൻ അംഗം V ഗീതയുടേതാണ് ഉത്തരവ്. സംഭവത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പോലീസിലും റെയിൽവേക്കും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്നും സദേൺ റെയിൽവേ ഡിവിഷണൽ മാനേജറിൽ നിന്നുമാണ് റിപ്പോർട്ട് തേടിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ആംബുലൻസ് കിട്ടാതെ അരമണിക്കൂറോളം നേരം മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ യുവാവിന് കിടക്കേണ്ടി വന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം 12-ന് നടക്കും. രാജ്യത്ത് നിലവിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അയൽരാജ്യങ്ങളിൽ നിന്ന് രാജ്യത്ത് പ്രവേശിച്ചേക്കാവുന്ന വൈറസുകളെ പ്രതിരോധിക്കാനാണ് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രതിരോധ തുള്ളിമരുന്ന് നൽകുന്നതെന്ന് RCH ഓഫീസർ ഡോക്ടർ AK അനിത പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 തരം വൈറസുകളാണ് പോളിയോ രോഗമുണ്ടാക്കുന്നത്. ഇതിൽ 1ഉം 2ഉം വൈറസുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്.
ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഇന്നും പോളിയോ നിയന്ത്രണ വിധേയമല്ല. അയൽരാജ്യങ്ങളിൽ നിന്ന് വൈറസുകൾ എത്താൻ സാധ്യതയുള്ളതിനാലാണ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തുള്ളിമരുന്ന് നൽകുന്നത്. ജില്ലയിലെ 1,92,597 കുട്ടികൾക്കും അതിഥി തൊഴിലാളികളുടെ 363 കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകാനായി 2,157 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, ജനത്തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും തുള്ളിമരുന്ന് വിതരണം നടക്കുമെന്നും ഡോക്ടർ അനിത അറിയിച്ചു. നമ്മുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും പോളിയോ കേസസ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൾസ് പോളിയോ എന്നുള്ള പ്രോഗ്രാം നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾ വൈറസ് ഇവിടെ എത്തി നമ്മുടെ കുട്ടികൾക്ക് പോളിയോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ പോളിയോ ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ല. പക്ഷേ നമുക്ക് പ്രതിരോധിക്കാം. പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൾസ് പോളിയോ വാക്സിനേഷനാണ്. ആ വാക്സിനേഷൻ ഇപ്പം നമുക്ക് ഈ പൾസ് പോളിയോ പ്രോഗ്രാമിൽ നമ്മൾ തുള്ളിമരുന്നായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ റൂട്ടീൻ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകണം. അതിൽ കുത്തിവയ്പ്പ് IPV മറ്റേ ഇൻജക്റ്റബിൾ പോളിയോ വാക്സിനും ഉണ്ട്, അതേമാതിരി OPV ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ പൾസ് പോളിയോയ്ക്ക് നമ്മൾ തുള്ളിമരുന്നായിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മൾ 22,157 ബൂത്തുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബൂത്തുകൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. DMO TV റോഷ്, മീഡിയ ഓഫീസർ S സൈന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിലെ നെടുങ്ങോട്ടൂർ പാടശേഖരം ട്രാക്ടർ റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ സ്പിൽഓവർ പ്രോജക്റ്റാണ്. 10 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. പാടശേഖര സമിതിയുടെ നിരവധി കാലത്തൊരു ആവശ്യമാണ് പാടത്തേക്ക് ട്രാക്ടർ ഇറക്കുക എന്നുള്ള ആവശ്യം. നിരവധി കാലത്ത് ആവശ്യമാണ്. ആ ആവശ്യമാണ് നഗരസഭയ്ക്ക് നിർവഹിക്കാൻ സാധിച്ചത്. ഇതോടുകൂടി കൃഷിക്കാവശ്യമായിട്ടുള്ള ട്രാക്ടർ, അതുപോലെ തന്നെ പാടത്തേക്ക് ഇറക്കാനുള്ള സൗകര്യം ലഭ്യമാകുന്നു എന്നത് പ്രത്യേകത ഇതിനായിട്ടുണ്ട്. 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, P ജിഷ എന്നിവർ പങ്കെടുത്തു. പ്രദേശത്തെ കർഷകരുടെ ചിരകാല അഭിലാഷമാണ് ഈ പാത. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പാടശേഖരത്തിലേക്ക് ട്രാക്ടർ ഇറക്കാനുള്ള റോഡ് യാഥാർത്ഥ്യമായത്. പദ്ധതി യാഥാർത്ഥ്യമാക്കിയ നഗരസഭാ ചെയർമാനെയും ഭരണസമിതിയെയും ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അഭിനന്ദിച്ചു. ഈ നാട്ടുകാരുടെ, ഇവിടുത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു. ഞങ്ങൾ കുറേ കാലമായിട്ട് ഇത് ആഗ്രഹിക്കുകയായിരുന്നു. ഏതായാലും ഇത് പ്രാവർത്തികമാക്കി തന്നതിന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന് ഞങ്ങളുടെ നന്ദിയും ആദരവും ഇതോടുകൂടി പ്രകാശിപ്പിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലസ്തീൻ ഐക്യദാർഢ്യം അറിയിച്ച് പാലക്കാട് സാംസ്കാരിക കൂട്ടായ്മ ഒക്ടോബർ 11 വാടികയിൽ പ്രതിരോധ സംഗമം നടത്തും. ഇസ്രയേൽ ക്രൂരതയിൽ 18,000 കുട്ടികളുടെ ജീവനാണ് പൊലിഞ്ഞതെന്ന് സംഘാടക സമിതി ഭാരവാഹി TR അജയൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. 64,000-ഓളം പലസ്തീനികളാണ് വധിക്കപ്പെട്ടത്. കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് വിളിച്ചു പറയുന്ന പ്രതിരോധ സദസ്സിൽ ചിത്രരചന, ചിത്രപ്രദർശനം, കവിത ചൊല്ലൽ, സ്കിറ്റ് അവതരണം എന്നിവ നടക്കും. രാഷ്ട്രീയമില്ലാതെ സാംസ്കാരിക സംഘടനകൾ, കൂട്ടായ്മകൾ, സർവീസ് സംഘടനകൾ തുടങ്ങിയവ പ്രതിരോധ സദസ്സിൽ ഒന്നുചേരുമെന്ന് TR അജയൻ പറഞ്ഞു. ഗാസയുടെ പേരുകൾ എന്ന പേരിൽ ഒക്ടോബർ 11 വാടികയിലാണ് പ്രതിരോധം. വൈദ്യസഹായമോ ഭക്ഷണമോ ഇല്ലാതെ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ ദുരിതമനുഭവിക്കുകയാണ്. ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ ലോക മനസാക്ഷി ഉണരണമെന്നും TR അജയൻ അഭ്യർത്ഥിച്ചു. ഇതുകൂടാതെ നമ്മൾ പാലക്കാട്ടെ ചിത്രകാരന്മാർ തത്സമയം അവരുടെ ഈ പ്രതിരോധം സൃഷ്ടിക്കുന്ന രചനകൾ അവിടെ വെച്ച് നടത്തുന്നുണ്ട്. ഏകദേശം 20ഓളം പാലക്കാട്ടെ ചിത്രകാരന്മാർ അവിടെ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ 40ഓളം ചിത്രങ്ങൾ, ഗാസയിലെ ക്രൂരതകളെ കുറിച്ചുള്ള 40ഓളം ചിത്രങ്ങളുടെ ഒരു പ്രദർശനം കൂടെ അവിടെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ പ്രദർശനത്തിൽ പ്രധാനപ്പെട്ട അവിടെ നടന്നിട്ടുള്ള ക്രൂരത കാണിക്കുന്ന ചിത്രങ്ങളോടൊപ്പം
ഈ ചിത്രങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ വരച്ച ചിത്രങ്ങളുമുണ്ട്. അതുകൂടാതെ ഈ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രസിദ്ധരായ കവികൾ എഴുതിയിട്ടുള്ള, ലോകത്തിലെ എല്ലാ രാജ്യത്തു നിന്നുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ കവിതകൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനം കൂടെ നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് CP പ്രമോദ്, പ്രസാദ് മാത്യു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന 2 ജീവനക്കാർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ലീന, M, അബിൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് A മല്ലിക അധ്യക്ഷത വഹിച്ചു. KV രാമചന്ദ്രൻ, സുരേഷ്, KB വിനോദ്, രതീഷ് കുമാർ, രമേശ്, സെക്രട്ടറി CV സുനിത, ചന്ദ്രിക എന്നിവർ സംസാരിച്ചു. കാരണം ഞാൻ ഈ പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് പ്രോജക്റ്റ് ഓഫീസർ, സാക്ഷരതയുടെ അസിസ്റ്റന്റ് പ്രോജക്റ്റ് ഓഫീസറായിട്ടാണ് എൻ്റെ എന്താ പറയുന്നത് പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. അതിനുശേഷം ആണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതും. അങ്ങനെ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായാണ് എന്തായി മാറിയത്. ഷൊർണൂരിൽ കലോത്സവ വിളംബരജാഥ സംഘടിപ്പിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഭിന്നശേഷി അംഗനവാടി വയോജന കലോത്സവത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തിയത്. അംഗൻവാടി ഭിന്നശേഷി വിഭാഗങ്ങളുടെ കലോത്സവം 11-നും വയോജന കലോത്സവം 20-നുമാണ് നടക്കുക. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പൊതുവാൾ ജംഗ്ഷൻ വരെയായിരുന്നു വിളംബര ജാഥ. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഈ വർഷത്തെ അംഗൻവാടി ഭിന്നശേഷി വയോജന കലോത്സവങ്ങൾ ഒക്ടോബർ മാസം 11-ന് അംഗൻവാടി ഭിന്നശേഷി കലോത്സവം മയിൽവാനം കമ്മ്യൂണിറ്റിയാണ്. 20-ാം തീയതി വയോജനോത്സവം മയിൽവാനം കമ്മ്യൂണിറ്റികളിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിളംബര ഘോഷയാത്രയാണ് ഇന്ന് നടന്നു കഴിഞ്ഞത്. നഗരസഭയുടെ കഴിഞ്ഞ വർഷം മുതലാണ് ഈ 3 വിഭാഗത്തിനുമായിട്ടുള്ള കലോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് കുടുംബസംഗമം നടന്നു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരിയിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമാണ് കേരളം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് എല്ലാ മേഖലയിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആരോഗ്യരംഗത്ത് 1-ാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1. ദീർഘത്തിന്റെ കാര്യത്തിൽ 1-ാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ശിശുമരണ നിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ 1-ാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. ലോക്കൽ സെക്രട്ടറി PC ജയരാജ് അധ്യക്ഷനായി. P. രാജേഷ് കുമാർ, PK രാമകൃഷ്ണൻ, P. പ്രശോഭ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ നഗരിപ്പുറം സ്വദേശി വിജയൻ പാമ്പ് പിടുത്തം തുടരുകയാണ്. സ്നേക്ക് റെസ്ക്യൂവർ കൂടിയായ വിജയനെ തേടി നിരവധി ഫോൺ കോളുകളാണ് എത്തുന്നത്. പറളി എടത്തറ ജയപ്രസാദിന്റെ പറമ്പിൽ കാട് വെട്ടുന്നതിനിടെ കണ്ട മലമ്പാമ്പിനെ വിജയൻ പിടികൂടി വനംവകുപ്പിന് കൈമാറി. പറളി കുണ്ടറയ്ക്കൽ മുരളീധരന്റെ വീട്ടിൽ 3 ദിവസമായി വലയിൽ കുടുങ്ങിയ ചേര പാമ്പിനെയും വിജയൻ രക്ഷപ്പെടുത്തി വനംവകുപ്പിന് കൈമാറി. 2 ദിവസം മുൻപ് മണ്ണൂരിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടിയിരുന്നു. ഒരു ഫോൺ എത്തിയാൽ പിന്നെ ഒന്നും നോക്കാതെ അവിടെ പാഞ്ഞെത്തും. മണ്ണൂർ നഗരിപ്പുറം സ്വദേശിയായ KV വിജയൻ സ്നേക്ക് റെസ്ക്യൂവർ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ച സംഭവത്തിൽ റെയിൽവേയുടെ വാദങ്ങൾ തള്ളി സഹയാത്രികൻ. ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകി. മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ശ്രീജിത്ത് മരിച്ചെന്നും സഹയാത്രികൻ അശ്വിൻ. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ഒക്ടോബർ 12-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. പാലക്കാട് ജില്ലയിൽ 2 ലക്ഷത്തോളം കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. 2157 ബൂത്തുകൾ സജ്ജീകരിക്കും.
സമീപകാലത്ത് രാജ്യത്ത് പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് RCH ഓഫീസർ ഡോക്ടർ AK അനിത. പാലസ്തീന ഐക്യദാർഢ്യവുമായി പാലക്കാട് സാംസ്കാരിക കൂട്ടായ്മ. ഒക്ടോബർ 11 വാടികയിൽ പ്രതിരോധ സംഗമം. ഇസ്രയേൽ ക്രൂരതയിൽ പൊലിഞ്ഞത് 18,000 കുരുന്ന് ജീവനുകളെന്ന് സ്വർലയ സെക്രട്ടറി TR അജയൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.